അപ്പോൾ നമ്മളിന്ന് തെർമോഡൈനാമിക്സിൻ്റെ MCQ ഡിസ്കഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ. നല്ലപോലെ പഠിക്കുക. ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുപാട് കോമ്പറ്റീഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക, റിവിഷൻ ചെയ്യുക, കൂടുതലും ക്വസ്റ്റ്യൻസ് വേണം വർക്കൗട്ട് ചെയ്യാൻ പഠിച്ച ടോപ്പിക്കിൻ്റെ. അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ഈയുടെ ക്വസ്റ്റ്യൻസും അല്ലാതെ ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഞാൻ ചാറ്റ് ബോക്സ് പാരലി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓപ്പൺ സിസ്റ്റം ഈസ് വൺ വിച്ച്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓപ്പൺ സിസ്റ്റത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഹീറ്റ് ആൻഡ് വർക്ക് ക്രോസസ് ദ ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം ബട്ട് ദ മാസ് ഓഫ് ദി വർക്ക് സബ്സ്റ്റൻസ് ഡസ് നോട്ട് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇവിടെ ആൻസർ ഒക്കെ ടൈപ്പ് ചെയ്ത് ഇട്ടുണ്ട്, സന്തോഷം. ഓക്കെ, എന്നാലും സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മാസ് ആൻഡ് വർക്കിംഗ് മാസ് ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ബട്ട് ദ ഹീറ്റ് ആൻഡ് വർക്ക് ഡസ് നോട്ട് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആസ് വെൽ ആസ് മാസ് ഓഫ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ക്രോസസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് സിസ്റ്റമാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് മാസ് ട്രാൻസ്ഫറും അതേപോലെ എനർജി ട്രാൻസ്ഫറും ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഈ എനർജി ട്രാൻസ്ഫർ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എന്താ ഹീറ്റും വർക്കും. എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റും വർക്കും. എപ്പോഴും ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് ഹീറ്റ് ക്യൂ ഇന്നും അതേപോലെ എന്താ ക്യൂ ഔട്ടും. ക്യൂ ഔട്ടും വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ആയെന്നും അതേപോലെ വർക്ക് ഇന്നും വർക്ക് ഔട്ടും നടക്കുന്ന സമയത്താണ് നമുക്ക് എന്താ വർക്ക് ട്രാൻസ്ഫർ ആയെന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിന്റെ അത് മാസ് ട്രാൻസ്ഫറും അതേപോലെ എനർജി ട്രാൻസ്ഫർ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് വർക്ക് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഈ ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്, നമുക്ക് ഒരുപാട് ഓപ്പൺ സിസ്റ്റം ഉണ്ട്. ടർബൈൻ, കംപ്രസർ, പമ്പ്, ഇതെല്ലാം എന്താ ഓപ്പൺ സിസ്റ്റംസ് ആണ്. ബോത്ത് എന്താ മാസും ഫ്ലോ ചെയ്യുന്നു, എനർജിയും ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ കൂടെ തന്നെ ക്ലോസ് സിസ്റ്റം ഉണ്ട്. ക്ലോസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ മാസ് ട്രാൻസ്ഫർ ഇല്ല. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ മാസ് ട്രാൻസ്ഫർ കാണത്തില്ല, എനർജി ട്രാൻസ്ഫർ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ ആണോ? ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മാസ് ട്രാൻസ്ഫറും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ലാത്ത സിസ്റ്റത്തിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വന്ന് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് തെർമോ ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഇപ്പം ഒരു ക്ലോസ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വിത്തൗട്ട് വാൾസ് എന്ന് പറയുന്ന ക്ലോസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫറിന്റെ എനർജി ട്രാൻസ്ഫറിന്റെ ടേംസിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം തെർമോഡൈനാമിക്സിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ്. എക്സ്റ്റൻസീവ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ഓപ്ഷൻ ബി എക്സ്റ്റൻസീവ് വർക്ക് ഈസ് ഡൺ. എക്സ്റ്റൻസീവ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ്. നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എന്തായിരിക്കും, അതിങ്ങനെ പറയാമോ? പ്രോപ്പർട്ടി എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വോളിയം, അല്ലേ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെ? തെർമൽ കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർട്ടിയാണ്. ഒരു സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി ഇതിൽ ഓപ്ഷനിൽ എന്തായിരിക്കും, ആരെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. എന്തുകൊണ്ട് നൺ ഓഫ് ദീസ് വന്നെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മളത് പഠിച്ചായിരുന്നു. മാസിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ മാസിന് ഡിപ്പെൻഡ് അപ്പോൺ മാസിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഫോംസ് ഓഫ് എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മാസ്, വോളിയം, ഇതെല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, മാസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അത് ഏതൊരു പോയിന്റിൽ പ്രഷർ എടുത്താലും ആ പ്രഷർ സെയിം ആയിരിക്കും.
ടെമ്പറേച്ചർ എന്തായിരിക്കും സെയിം ആയിരിക്കും. അത് മാസിന് ഒരിക്കലും എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്തില്ല. ഇപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ മാസ് ബൈ വോളിയം ആണെന്ന് അറിയാം. എന്നാലും ഡെൻസിറ്റി ഓഫ് വാട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളം എടുത്താലും ഒരു 100 ലിറ്റർ വെള്ളം എടുത്താലും ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നെയാണ്. ഇതൊരിക്കലും മാറത്തില്ല. അപ്പം മാസ് എന്ന് ഈ പറഞ്ഞ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫോർമുലയെ മാസ് ബൈ വോളിയം എന്ന് കാണുമ്പോൾ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയിലോട്ട് പോകാൻ പറ്റും, പക്ഷെ തോന്നും, പക്ഷേ അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ എല്ലാ സ്പെസിഫിക് പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയം, അതേപോലെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്ന പെർ യൂണിറ്റ് മാസ് എന്ന് പറയാൻ പറ്റില്ല. സ്പെസിഫിക് വെയിറ്റ് നമ്മൾ ഫ്ലൂയിഡിൽ ഒരു പ്രോപ്പർട്ടി പഠിക്കും, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ അല്ലാതെ അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അല്ലാതെ ഏതൊരു പ്രോപ്പർട്ടിയും സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് മാസ് ആണ്. ആ സ്പെസിഫിക് പ്രോപ്പർട്ടി അല്ല ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. പിന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്ന നമുക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പം അതും കൂടെ ഞാൻ എഴുതാം. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പൊ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു. മാസിന് ഓപ്ഷൻ ബി കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ മാസിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ വോളിയം മാസിന് ഡിപ്പെൻഡന്റ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടി വേറൊരു വഴിയും കൂടെ ഉണ്ട്. നമ്മളൊരു സിസ്റ്റം എടുക്കുക, ഒരു സിസ്റ്റം എടുക്കുന്നു, ഒരു കണ്ടെയ്നർ എടുക്കുന്നു, ഇതിന്റെ അത് എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കണ്ടെയ്നറിനെ നമ്മൾ ഹാഫ് ആക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രോപ്പർട്ടി ഹാഫ് ആവുന്നോ ആ പ്രോപ്പർട്ടി എല്ലാം നമുക്ക് എന്തെന്ന് പറയാം, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. മാസിന് ഡിപ്പെൻഡ് ആവുന്നതുകൊണ്ടാണ് ഹാഫ് ആവുന്നത്. ഹാഫ് ആവാത്ത പ്രോപ്പർട്ടി എല്ലാം എന്തെന്ന് പറയാം, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രഷർ ഈ ഒരു ചേമ്പറിലും എന്താ പി തന്നെ ആയിരിക്കും, ടെമ്പറേച്ചർ ടി തന്നെ ആയിരിക്കും. പക്ഷെ മാസ് എന്ന് പറയുന്നത് എന്താ M/2 ആയിട്ട് മാറും. ഇവിടെ എന്താ M/2 ആയിട്ട് മാറും. വോളിയം അതേപോലെ ഡിവൈഡ് ആയി V/2 ആവും, ഇവിടെ എന്താ V/2 ആവും. അപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ക്വസ്റ്റ്യൻ 3 വരെ ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ആസ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ആസ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് അത് 0 കെൽവിൻ ആണല്ലേ. 0 കെൽവിൻ ആണ്. അപ്പൊ ആൻസർ പറഞ്ഞിട്ടുണ്ട്. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ അറിയാവോ? ഓപ്ഷൻ എ 1.817, ഓപ്ഷൻ ബി 2.512, ഓപ്ഷൻ സി 4.187, നൺ ഓഫ് ദീസ്. സി ഏതാണ്? ഹരിപ്രസാദ്, എ ആണോ സി ആണോ? സി ആണല്ലേ, സി ആണ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് CP ഈക്വൽ ടു എന്താണ്, CV ആണ്, ഈക്വൽ ടു C ആണ്. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. Z ഈക്വൽ ടു 4.187. ഇതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 4.187 എന്താവും, കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജൂളിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം, 4187 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറയാം. അപ്പം ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് CP ഈക്വൽ ടു CV ഈക്വൽ ടു C ആണ്. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കാർനോട്ട് ഹീറ്റ് പമ്പ് വർക്ക് ബിറ്റ്വീൻ 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 327 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് വിൽ ബി ഇറ്റ്സ് COP? ഇതിന് ആൻസർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? ഞാൻ ആൻസർ പറയട്ടെ, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാമോ? അപ്പൊ നമുക്ക് ഒരു കാർനോട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പൊ കാർനോട്ട് ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ലോയിലെ ക്ലോഷർ സ്റ്റേറ്റ്മെന്റിനെ വെച്ചാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഹയർ ടെമ്പറേച്ചർ തെർമൽ ആൻസർ വന്നു അല്ലെ. ഓപ്ഷൻ C2 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ഹൈ ടെമ്പറേച്ചർ തെർമൽ എനർജി റിസർവോയർ ഉണ്ട്. അപ്പൊ തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുന്നത് ഇത് സോഴ്സ് ആണ്. ഇതിൽ നിന്ന് എത്ര ഹീറ്റ്
വലിച്ചെടുത്താലും ഈ ടെമ്പറേച്ചർ എന്താ ഇത് തന്നെ റിമെയിൻ ആയിട്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു സിയും ബിയും വന്നല്ലേ, നമ്മൾ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാർനോട്ട് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, അതേപോലെ എന്താ സിങ്ക് TL എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലെ സിങ്ക് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹീറ്റ് പമ്പ് ആണെങ്കിൽ ശരിക്കും എന്താ ചെയ്യുന്ന, ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് ഹൈ ടെമ്പറേച്ചറിലോട്ട് പമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം, ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കണം. അതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അല്ലെ. ലോ ടെമ്പറേച്ചർ Q2 എന്ന് പറയുന്ന ഹീറ്റിനെ വലിച്ചെടുത്ത് Q1ലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കണം. അപ്പം COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയണം. COP ഓഫ് ഹീറ്റ് പമ്പ് നമുക്ക് എഴുതുകയാണെങ്കിൽ ഡിസൈഡ് എഫക്ട് ബൈ വർക്ക് ഇൻപുട്ട് എന്ന് എഴുതാം. ഈ ഡിസൈഡ് എഫക്ട് ഇവിടെ എന്താണ്, നമുക്ക് ആവശ്യം ഒരു ഹീറ്റ് പമ്പ് ആണെങ്കിൽ വിന്റർ സമയത്ത് ഹീറ്റിംഗ് ആണ് ആവശ്യം. ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഈ TH അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ Q1 ആണെന്ന് നമ്മൾ ഡിസൈഡ് എഫക്ട് ഹീറ്റിംഗ്. അപ്പം Q1 ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതണമെങ്കിൽ Q2 പ്ലസ് വർക്ക് ഇൻപുട്ട് ആയിരിക്കും Q1 അല്ലെ. അവിടെ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതുമ്പം Q2 പ്ലസ് വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു Q1 എന്ന് എഴുതാം. ഇതിൽ നിന്ന് വർക്ക് ഇൻപുട്ട് എഴുതുന്ന സമയത്ത് Q1 മൈനസ് Q2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ വർക്ക് ഇൻപുട്ട് എന്ത് കിട്ടും, Q1 മൈനസ് Q2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട, ഇത് COP ഓഫ് ഹീറ്റ് പമ്പിന്റെ COP ആണ്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് കാർനോട്ട് ഹീറ്റ് പമ്പിനെയാണ്. കാർനോട്ട് എഫിഷ്യൻസി അല്ലെങ്കിൽ കാർനോട്ട് COP എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉള്ളിയാണ്. അപ്പൊ കാർനോട്ട് COP അല്ലെങ്കിൽ കാർനോട്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ലിമിറ്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ ലിമിറ്റിൽ നമ്മൾ എഴുതുമ്പം COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് T1 ഡിവൈഡ് ബൈ T1 മൈനസ് T2. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറിനെയാണ് ഞാൻ എന്താ T1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ലോ ടെമ്പറേച്ചറിനെയാണ് എന്താ T2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. കാരണം ഈ വർക്ക് 27 ഡിഗ്രി സെൽഷ്യസും അതേപോലെ 27 ഡിഗ്രി സെൽഷ്യസും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 27 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലോട്ട് ആക്കണമെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കിയ 27 പ്ലസ് 273 ദാറ്റ് ഈസ് 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ ലോവർ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്ലസ് എന്ത് ചെയ്യും, 273 ചെയ്യും. അപ്പൊ നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. ഇനി T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചർ 327 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കെൽവിൻ ചെയ്യുമ്പോൾ പ്ലസ് 273 ചെയ്യും. അപ്പം 273 പ്ലസ് 327 എന്ന് പറയുന്നത് 600 കെൽവിൻ എന്ന് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് T1 600 ഡിവൈഡ് ബൈ 600 മൈനസ് 300 എന്ന് പറയുന്നത് എന്ത് കിട്ടും, 600 ഡിവൈഡ് ബൈ 300 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എന്ത് കിട്ടും, COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, COP ഓഫ് ഹീറ്റ് പമ്പ് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ ആണോ, മനസ്സിലായോ? ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ ഓക്കെ എന്നൊന്ന് ചാറ്റ് ബോക്സ് ഇടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ടെമ്പറേച്ചർ ലിമിറ്റിൽ നമ്മൾ ഇതിന്റെ COP കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവിടെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ചോദ്യം കാർനോട്ട് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാർനോട്ട് ഹീറ്റ് പമ്പ് ആണെങ്കിൽ അവിടെ നമ്മൾ COP എഴുതുന്നത് ടെമ്പറേച്ചർ ലിമിറ്റിലാണ് COP എഴുതുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. ഈ TL എന്ന് പറയുന്ന സിങ്കിൽ നിന്ന് ഹീറ്റ് Q2 എന്ന് പറയുന്ന ഹീറ്റ് വലിച്ചെടുക്കാൻ ഒരു വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ആ വർക്ക് ഇൻപുട്ട് കൊടുത്ത് Q1ലേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഹീറ്റിന്റെ ഈ പറയുന്ന എനർജി ബാലൻസ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് പമ്പിന്റെ അകത്തോട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് Q2 പ്ലസ് വർക്ക് ഇൻ ആണ്. അതാണ് ഇവിടെ എഴുതിയ Q2 പ്ലസ് വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു എന്താണ്, Q1. ഇവിടെ നിന്ന് വർക്ക് ഇൻപുട്ടിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ Q1 മൈനസ് Q2 എന്ന് എഴുതും. COP എന്ന് പറയുന്നത് ഡിസൈഡ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ്. നമുക്ക് ഹീറ്റ് പമ്പിന്റെ ഡിസൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊരു Q1 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2. അതാണ് ഞാൻ ഈ സെന്റൻസ് ഈ ഒരു ഇത് എഴുതിയാണ്. COP ഹീറ്റ് പമ്പ് എന്നാണ്, ഡിസൈഡ് എഫക്ട് Q1 ആണ്, ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് Q1 മൈനസ് Q2. ഇനി നമ്മൾ ചോദിച്ചാൽ വെറും ഹീറ്റ് പമ്പ് എന്നല്ല. വെറും ഹീറ്റ് പമ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ ഹീറ്റിന്റെ ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആ ഹീറ്റിന്റെ ടേംസിൽ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ എന്താ ഇവിടെ Q1 സപ്ലൈ ചെയ്യുന്നതും അതേപോലെ എന്താ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഒന്നും നമുക്ക് എന്ത് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പൊ ഈ കാർനോട്ട് COP എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കാർനോട്ട് COP എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ലിമിറ്റ് ആണ്. അതുകൊണ്ട് ഈ Q1 കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ എന്താ T1.
ഡിവൈഡ് ബൈ Q2 കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ എന്താ T2. അപ്പം ഈ പറഞ്ഞ ടെമ്പറേച്ചറിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു 600 ഡിവൈഡ് ബൈ 600 മൈനസ് 300 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. മനസ്സിലായോ ഹരിപ്രസാദ്? മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ഇത് സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ ടിക്ക് ചെയ്യുക, അപ്പൊ നമുക്ക് ഡൗട്ട് വരത്തില്ല. അപ്പൊ 1 and 2 ഈസ് കറക്റ്റ്, 2 and 3 ഈസ് കറക്റ്റ്, അങ്ങനെ വരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ തന്നെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബൗണ്ടറി ഫിനോമിന. അത് ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ. അപ്പം ബൗണ്ടറി ക്രോസ് ചെയ്താലേ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും നടക്കത്തുള്ളൂ. അപ്പൊ ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബൗണ്ടറി ഫിനോമിന. ഹീറ്റ് ആൻഡ് വർക്ക് റെപ്രസെന്റ് ദ എനർജി ക്രോസിംഗ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അപ്പം ഞാൻ പറഞ്ഞു, ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് എന്താ വർക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ എന്താ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതും ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അപ്പൊ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഹീറ്റും വർക്കും അതേപോലെ എൻട്രോപ്പി ജനറേഷൻ സ്ഥിരം ചോദിക്കാം. ഹീറ്റ്, വർക്ക്, എൻട്രോപ്പി ജനറേഷൻ പാത്ത് ഫംഗ്ഷൻ ആണ്. എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് ഇനിഷ്യൽ പോയിന്റിനെ നമ്മൾ ഇവിടെ ഒരു പി വി ഡയഗ്രാം ഞാൻ വരയ്ക്കുന്നു, ഇവിടെ ഒരു പി വി ഡയഗ്രാം വരയ്ക്കുന്നു. ഈ പി വി ഡയഗ്രാമിൽ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് നടന്നു. 1 to 2 എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് എ എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ നടന്നു. ഇതേപോലെ ബി എന്ന പാത്തിൽ കൂടെ നടന്നു എന്ന് വിചാരിക്കുക. അതേപോലെ എന്താ സി എന്നൊരു പാത്തിൽ കൂടെ നടന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഈ 1 to 2 പ്രോസസ്സിന് ഞാൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ, ഡി ടി എന്ന് പറഞ്ഞ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് T2 മൈനസ് എന്താ T1 എന്ന് എഴുതാം. എ എന്ന പ്രോസസ്സിനാണെങ്കിലും ബി എന്ന പ്രോസസ്സിനാണെങ്കിലും സി എന്ന പ്രോസസ്സിനാണെങ്കിലും T2 മൈനസ് T1 എന്ന് എഴുതാം. ചേഞ്ച് ഇൻ പ്രഷർ ഡി പി എന്ന് എഴുതി കഴിഞ്ഞാൽ P2 മൈനസ് P1 എന്ന് എഴുതാം. ഏത് എ എന്ന പ്രോസസ്സിനാണെങ്കിലും ബി എന്ന പ്രോസസ്സിനാണെങ്കിലും സി എന്ന പ്രോസസ്സിനാണെങ്കിലും ചേഞ്ച് ഇൻ പ്രഷർ P2 മൈനസ് P1 എന്ന് എഴുതാം. പക്ഷേ നമുക്കറിയാം ഏരിയ അണ്ടർ പി വി ഡയഗ്രാം വർക്ക് ട്രാൻസ്ഫർ ആണ്. അപ്പൊ വർക്ക് 1A2 എന്ന് പറയുന്നത് ഈ 1A2ന്റെ അടിയിലുള്ള ഏരിയ, ഇത്രയും ഏരിയ. ഓക്കെ. ഇനി അതിന് വർക്ക് 1B2 എന്ന് പറയുമ്പോൾ ഈ ഏരിയയും കൂടെ എന്ത് ചെയ്യും, ആഡപ്പ് ആവും. അപ്പൊ എന്ത് ചെയ്യാം, ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ വർക്ക് 1A2 നോട്ട് ഈക്വൽ ടു എന്താണ്, വർക്ക് 1B2. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹീറ്റും വർക്കും എൻട്രോപ്പിയും ഒക്കെ എന്താ പാത്ത് ഫംഗ്ഷൻ ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പോയിന്റ് ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എന്താ പോയിന്റ് ഫംഗ്ഷൻസ്. എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്, എല്ലാ പ്രോപ്പർട്ടീസും പോയിന്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്പർ 7. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് കൺസർവേഷൻ ഓഫ് ഹീറ്റ്. കൺസർവേഷൻ അല്ല, കൺസർവേഷൻ എന്ന് പറയുമ്പോഴേ അതെന്താ തെറ്റാണ് അല്ലേ, കൺസർവേഷൻ അല്ല. അത് നമുക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, സ്പെല്ലിങ്സ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ആ ഒരു സിമിലർ ടേംസ് ആണോ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ കൺസർവേഷൻ ഓഫ് മാസും അല്ല, എന്തുവാണ് ഇവിടെ നമ്മൾ എന്താണ് കൺസർവേഷൻ ഓഫ് ഹീറ്റും അല്ല, മൊമെന്റും അല്ല, മാസും അല്ല. ഇവിടെ എന്താ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പൊ ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം എന്താ വൺ ഫോം ടു അനദർ. അപ്പൊ കൺസർവേഷൻ ഓഫ് ഹീറ്റ് അല്ല, കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ല, കൺസർവേഷൻ ഓഫ് മാസ് അല്ല. അപ്പൊ ഇതൊന്ന് നോക്കുക, ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് 2 ഫോം ഉണ്ട് അല്ലെ. ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ്സും ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എ പ്രോസസ്സും ഉണ്ട്, അതേപോലെ ഫോർ എ സൈക്കിൾ ഉണ്ട്. ഫോർ എ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പി വി ഡയഗ്രാം എടുത്തിട്ടുണ്ട്, 1 to 2 പ്രോസസ്, ഒരു എക്സ്പാൻഷൻ പ്രോസസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു DU പ്ലസ് ഡോ W. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഡോ W യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹീറ്റും വർക്കും ഞാൻ പറഞ്ഞു പാത്ത് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഇത് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇതെന്താണ്, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ ഡോ എന്ന് യൂസ് ചെയ്തത്. പക്ഷേ ഈ പ്രോപ്പർട്ടിയായ യുവിന് D എന്ന് കൊടുത്തു. കാരണം എന്താ, പ്രോപ്പർട്ടീസ് എല്ലാം എന്താണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. പ്രോപ്പർട്ടീസ് എല്ലാം എന്താണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. അതേപോലെ പാത്ത് ഫംഗ്ഷൻസ് ഇൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ ഫോർ എ പ്രോസസ്സിന് നമുക്ക് ഡോ ക്യൂ ഈസ് ഈക്വൽ ടു എന്താ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു DU പ്ലസ് എന്താ ഡോ W എന്ന് എഴുതാം. ഇനി ഫോർ എ സൈക്കിൾ ആണെങ്കിൽ
എഴുതാം സൈക്ലിക് ഇന്റഗ്രൽ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഡോ ഡബ്ല്യു എന്ന് വെച്ചാൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ആണ് ഫോർ എ സൈക്കിൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഇത് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ പറയുക. എ കാർനോട്ട് റെഫ്രിജറേഷൻ ഈസ് യൂസ് ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ അറ്റ് -30°C. അപ്പൊ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത് -30°C. ദാറ്റ് റിക്വയർഡ് 1.28 kilowatt per ton of refrigeration. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1.28 kilowatt per ton of refrigeration. The heat rejected in kilowatt per ton of refrigeration ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാർനോട്ട് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാർനോട്ട് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ കാർനോട്ട് റെഫ്രിജറേഷൻ എന്ന് പറയുന്നെങ്കിൽ അവിടെ നമ്മൾ COP എല്ലാം എഴുതുന്നത് എന്താണ്, ടെമ്പറേച്ചർ ലിമിറ്റിലുള്ള അതാണെന്ന് മനസ്സിലാക്കുക. റെഫ്രിജറേറ്റർ എന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് എന്താ ഹീറ്റിന്റെ ലിമിറ്റിൽ എഴുതാം. കാർനോട്ട് റെഫ്രിജറേഷൻ എന്ന് ചോദിച്ചെങ്കിൽ COP കണ്ടുപിടിക്കാനാണെങ്കിലും നമുക്ക് ഏത് എടുക്കാറുള്ളൂ, ടെമ്പറേച്ചർ ലിമിറ്റിൽ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഇൻ കിലോവാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം Q1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാർനോട്ട് റെഫ്രിജറേറ്റർ വരയ്ക്കുകയാണെങ്കിൽ ഇത് T1 T2 സിങ്കിൽ നിന്ന് Q2 എന്ന് പറയുന്ന ഹീറ്റ് വലിച്ചെടുക്കാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ Q1 T1 ഇത് റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ ഓക്കെ ആണോ? അപ്പൊ ഇവിടെ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം -30°C അല്ലെ, അത് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന that requires 1.28 kilowatt per ton of refrigeration. പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന അതാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട്. പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എത്ര, 1 ടൺ ആണ്. 1 ടൺ എന്ന് പറയുന്ന എത്ര കിലോ ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 1 ടൺ എന്ന് പറഞ്ഞാൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ Q2. ഇവിടെ നിന്ന് ഹീറ്റ് ഈ സിങ്കിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തണുപ്പ് ഫീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഈ Q2 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർവ് ചെയ്യും, Q2 എന്ന് പറയുന്ന ഹീറ്റ് വലിച്ചെടുക്കുന്ന സമയത്താണ് ഈ പറയുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നത്. ആ Q2 വലിച്ചെടുക്കുന്നതാണ് 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ്. അതിനാണ് 1 ടൺ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു 3.5 കിലോ ജൂൾ വലിച്ചെടുക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് അത് കിലോ വാട്ടിൽ പറഞ്ഞുകൊണ്ട് അത് പവർ എന്ന് പറയാം അല്ലെ. വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് എന്ന് പറയാം. ആ വർക്ക് ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ളത് 1.28 കിലോ വാട്ടാണ്. 1.28 കിലോ വാട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എനർജി ബാലൻസ് ഇക്വേഷൻ എടുത്താൽ മതി. ഈ റെഫ്രിജറേറ്ററിന്റെ അകത്തോട്ട് വരുന്ന എനർജിയും ലീവ് ചെയ്യുന്ന എനർജി എടുത്താൽ മതി. അപ്പൊ ഇതിന്റെ റെഫ്രിജറേറ്ററിന്റെ അകത്തോട്ട് വരുന്ന എനർജി ഏതാണ്, Q2 പ്ലസ് വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു Q1. അവിടെ നിന്ന് വർക്ക് ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, Q1 മൈനസ് Q2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട Q1 ആണ്. അപ്പം ഇതിന്റെ ആവശ്യമില്ല, Q1 ഡയറക്റ്റ് ആ മുകളിലത്തെ ഇക്വേഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, വർക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.28 കിലോ വാട്ട്. അപ്പൊ ആൻസർ എന്ത് വരും പറയാവോ? Q1ന്റെ ആൻസർ പറയാൻ പറ്റും. Q1 എന്ന് പറഞ്ഞാൽ Q2 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3.5. വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1.28 ആണ്. ആൻസർ പറയാവോ? ഏത് ഓപ്ഷൻ വരും? ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്താൽ പറ്റുന്നോ? 4.78 കിലോ വാട്ട്. ഇത് ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഓപ്ഷൻ സി. ഓക്കെ, അതെ ഓപ്ഷൻ സി. അതെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? കാര്യം പിടികിട്ടിയായിരുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. 1.28 കിലോ വാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ ഒരു ടൺ റെഫ്രിജറേഷൻ എഫക്റ്റിന് നമ്മൾ എടുക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ 1.28 കിലോ വാട്ട് ആണ്. അപ്പൊ അത് മനസ്സിലായ വർക്ക് ഇൻപുട്ടും Q2 ഉണ്ടെങ്കിൽ നമുക്ക് Q1 കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഹീറ്റ് റിജക്റ്റഡ് ഇൻ കിലോ വാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. Q1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയാമോ? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ് റിമെയിൻസ് കോൺസ്റ്റന്റ്
ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. വർക്ക് ഡൺ by a system is equal to the heat transferred by the system. Internal energy, enthalpy, entropy during a process remains constant. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. സി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ സിസ്റ്റം. നമുക്ക് ഈ ഒരു ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായിട്ട് വരണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ സൈക്കിൾ, ഈ ഒരു ഇത് ഇവിടെ ഫോർ എ സൈക്കിൾ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാമായിരുന്നു. ഇപ്പൊ ജനറലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ടോട്ടൽ എനർജി ഓഫ് എ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അത് ഫോർ എ പ്രോസസ് ആണെങ്കിൽ നമുക്ക് എന്താ Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാം. ഓക്കെ, ഫോർ എ സൈക്കിൾ ആണെങ്കിൽ എന്ത് എഴുതാം? സൈക്ലിക് ഇന്റഗ്രൽ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഡോ ഡബ്ല്യു. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതുന്നുണ്ടെങ്കിലും ഒരിക്കലും ഹീറ്റ് കംപ്ലീറ്റ് വർക്കാക്കാൻ പറ്റത്തില്ല. ഹീറ്റ് കംപ്ലീറ്റ്ലി വർക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ഹീറ്റ് എന്ന് പറയുന്ന ഒരു ലോ ഗ്രേഡ് എനർജിയാണ്. കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ടു ഹൈ ഗ്രേഡ് എനർജി എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ഹൈ ഗ്രേഡ് എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ ഗ്രേഡ് എനർജി ആയിട്ട് 100% കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ലോ ഗ്രേഡ് എനർജീനെ 100% എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹൈ ഗ്രേഡ് എനർജി ആക്കാൻ പറ്റത്തില്ല. അതൊന്നും മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് but it can be transferred from one form to another. The statement is known as zeroth law of thermodynamics, first law of thermodynamics, second law of thermodynamics, kinetic theory of case. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണെന്ന് മനസ്സിലായി. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്ന എന്തിനാണ്? അപ്പൊ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്നത് എനർജി, ഇന്റേണൽ എനർജി അല്ല, ഇന്റേണൽ എനർജി. അത് സ്പെസിഫിക് ആയിട്ട് എന്താണ്? ഇന്റേണൽ എനർജി. ഓക്കെ, ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? അറിയാവോ? എൻട്രോപ്പി. കറക്റ്റ് ആണ്, എൻട്രോപ്പി. ഇനി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ. ഓക്കെ. ഈ സീറോത്ത് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ തെർമോമീറ്റേഴ്സ് ഒക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കെൽവിൻ പ്ലാങ്ക്സ് ഡീൽസ് വിത്ത് ലോ ഡീൽസ് വിത്ത് കൺസർവേഷൻ ഓഫ്. ഇവിടെ നമ്മൾ കൺസർവേഷൻ എന്ന വാക്ക് ഇവിടെയാണ് ഉപയോഗിക്കാത്തത്. അവിടെ കൺസർവേഷൻ ഓഫ് മാസ് എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൺസർവേഷൻ ഓഫ് വർക്ക് അങ്ങനെയില്ല. കൺസർവേഷൻ ഓഫ് മാസ് അങ്ങനെ ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ ഉണ്ട്. അപ്പൊ കൺസർവേഷൻ ഓഫ് വർക്ക് ഇല്ല, കൺസർവേഷൻ ഓഫ് ഹീറ്റ് ഇല്ല, പക്ഷെ കൺവേർഷൻ ഓഫ് ആണുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക്, അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ. ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ബി ആണ്, ഓപ്ഷൻ ബി ആണ്. കണ്ടപ്പോഴേ മനസ്സിലായി അല്ലെ, അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ ബൈ യൂസിങ് റെഫ്രിജറേഷൻ സൈക്കിൾ. ഈ ഒരു സി എന്ന് പറയുന്ന ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നെങ്കിലും അത് ക്ലോഷ്യസ് പറഞ്ഞത് അങ്ങനെയല്ല. ക്ലോഷ്യസ് പറഞ്ഞ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി at a lower temperature to a body at a higher temperature without the aid of external source. Okay, ആ ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്.
Kelvin Planck statement, according to Kelvin Planck statement of second law of thermodynamics, നമുക്ക് എന്ത് പറയാം, it is impossible to construct an engine working on a cycle whose sole purpose is to convert heat into work. ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്, it is possible to construct an engine working on a cyclic process whose sole purpose is to convert heat energy into work. It is impossible to construct a device which operating in a cyclic process and produce no effect other than transfer of heat from a cold body to hot body. None of this. അപ്പം ഏതാണ് ഓപ്ഷൻ? ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ഏതാണ്? ബി ആണോ, സി ആണോ, എ ആണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വർക്കിംഗ് ഓൺ എ സൈക്കിൾ ഹൂസ് സോൾ പർപ്പസ് ഈസ് ടു കൺവേർട്ട് ഹീറ്റ് ഇൻ ടു വർക്ക്. ഒരിക്കലും നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറ്റ് ഈസ് ഇന്ന് ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആക്കാൻ പറ്റുന്ന സൈക്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. ഈ ഹൈ ടെമ്പറേച്ചർ നമ്മൾ Q1 എന്ന് പറയുന്ന ഹീറ്റ് വലിച്ചെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്ന് വിചാരിച്ചു. ഈ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കംപ്ലീറ്റ്ലി വർക്ക് ആക്കാൻ പറ്റത്തില്ല. ഇത് ഇമ്പോസിബിൾ ആണ്. എന്നാണ് ഇമ്പോസിബിൾ. പോസിബിൾ, ഇത് ഇമ്പോസിബിൾ ആണ്. ഇതല്ല കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഹീറ്റ് എഞ്ചിനിലോട്ട് കൊടുക്കുന്നു, അത് വർക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബാക്കി എന്ത് ചെയ്യുന്നു, സിങ്കിലോട്ട് റിജക്ട് ചെയ്യുന്നു. Q2 എന്ന് പറയുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു, സിങ്കിലോട്ട് റിജക്ട് ചെയ്യുന്നു. ഇതാണ് പോസിബിൾ. ഇത് പോസിബിൾ ആയിട്ടുള്ളത്. ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സോൾ പർപ്പസ് ഹീറ്റ് കംപ്ലീറ്റ് എന്താ വർക്കാക്കാൻ ഉള്ളതല്ല. അതാണ് പറഞ്ഞത്. ഇത് ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള. മനസ്സിലായോ? ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഓക്കെ ആണോ ഹരിപ്രസാദ്? ഓക്കെ, അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം എ cold body to a hot body with the aid of an external source. The statement is given by closure statement. Okay, okay, correct. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് എൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഹീറ്റ് എഞ്ചിൻ. ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പൊ നമ്മൾ ഹീറ്റ് എഞ്ചിന്റെ പടമാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പം ഒരു ഹീറ്റ് എഞ്ചിന്റെ പടം വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, അപ്പൊ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഹീറ്റ് എഞ്ചിൻ ഫ്രം എ ഫർണസ് അറ്റ് ദ റേറ്റ് ഓഫ് 80 മെഗാവാട്ട് അല്ലെ. അപ്പൊ ഒരു ഫർണസ് ഉണ്ട്. ആ ഫർണസിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ഉണ്ട്. ആ സോഴ്സിൽ നിന്ന് 80 മെഗാവാട്ട് ഹീറ്റ് എഞ്ചിനിലോട്ട് വരുന്നു. ഇഫ് ദ റേറ്റ് ഓഫ് വേസ്റ്റ് ഹീറ്റ് റിജക്റ്റഡ് ടു ദ നിയർ ബൈ റിവർ. അപ്പൊ അതാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ആണ് റിവർ, അതാണ് ലോ ടെമ്പറേച്ചർ. ഈ ലോ ടെമ്പറേച്ചറിലോട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് Q2 റിജക്ട് ചെയ്യുന്നു. ആ Q2 ആണ് 50 മെഗാവാട്ട്. Q1 ആണ് നമ്മുടെ Q1 ആണ് ഈ പറയുന്ന 80 മെഗാവാട്ട്. അപ്പൊ ഇത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, വർക്ക് ഔട്ട്പുട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ഡിറ്റർമിൻ ദ നെറ്റ് പവർ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ മെഗാവാട്ടിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ് പവർ എന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ പവർ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതിന്റെ അകത്തുള്ള എനർജി ബാലൻസ് ചെയ്താൽ മതി. ഈ ഹീറ്റ് എഞ്ചിനിലോട്ട് വരുന്ന എനർജി ഹീറ്റ് എഞ്ചിനിലോട്ട് വരുന്ന എനർജി എന്താണ്, Q1 ആണ് അല്ലെ. ഹീറ്റ് എഞ്ചിനിൽ നിന്ന് ലീവ് ചെയ്യുന്ന എനർജി എന്താണ്, വർക്ക് ഔട്ട്പുട്ടും അതുപോലെ തന്നെ എന്താ പ്ലസ് എന്താ Q2. ഓക്കെ. അങ്ങനെ വർക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, Q1 മൈനസ് Q2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 80 മൈനസ് 50 എന്ത് കിട്ടും, 30 മെഗാവാട്ട് എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടെ? ഹീറ്റ് എഞ്ചിനിലോട്ട് വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ Q1 ആണ്. ലീവ് ചെയ്യുന്ന എനർജി എന്താ, വർക്ക് ഔട്ടും അതേപോലെ Q2. അപ്പം Q1 ഈസ് ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് പ്ലസ് Q2. അതിൽ നിന്ന് വർക്ക് ഔട്ട് ചെയ്യുന്നു. മനസ്സിലായോ? 16ാമത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടോ ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്യണോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അതായത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ്. പറയാവോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ.
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഹീറ്റ് ആണോ, വർക്കാണോ, ഇന്റേണൽ എനർജി ആണോ, എൻട്രോപ്പി ആണോ? എൻട്രോപ്പി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇന്റേണൽ എനർജിയെ ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇനി ദ ബിഹേവിയർ ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ്, ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ബിഹേവിയർ ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈസ് സിമിലർ ടു പെർഫെക്റ്റ് ഗ്യാസ്, എയർ, സ്റ്റീം, ഓർഡിനറി ഗ്യാസ്. ഏതായിരിക്കും? ഏത് ഓപ്ഷൻ ആയിരിക്കും? ബിഹേവിയർ ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈസ് സിമിലർ ടു പെർഫെക്റ്റ് ഗ്യാസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഗ്യാസ്. പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് ഇവിടെ ഒരു വാട്ടറിന്റെ ഒരു ടി എസ് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്നെങ്കിൽ, വാട്ടർ നമുക്കറിയാം ഫേസ് ചേഞ്ച് നടത്തും. ഫേസ് ചേഞ്ച് വരുന്ന സമയത്താണ് നമ്മൾ ടി എസ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ഈ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എന്താ? സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയാം. സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയാം. ഇതിനാണ് സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയാം. ഈ സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഒക്കെ വീക്കാണ്. അപ്പൊ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ബി വി ഈക്വൽ ടു എം ആർ ടി ഒ പി ജി. അതുകൊണ്ട് തന്നെ ബിഹേവിയർ ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിന് സിമിലർ ആണെന്ന് പറയാം. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, all perfect gas change in oleum by 1 by 273th of the original oleum at 0 degrees for every 1 degree change in temperature when the pressure remains constant. The statement is called. അപ്പം ആൻസർ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ഓപ്ഷൻ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്ക് ലോ ഉണ്ട്, ജൂൾസ് ലോ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒറ്റ ടേം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എവരി ചേഞ്ച് ഇൻ എന്താ? 0 ഡിഗ്രി സെൽഷ്യസ് ടു 1 ഡിഗ്രി സെൽഷ്യസ്. വെച്ചാൽ ഓളിയം ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ? അറ്റ് പ്രഷർ ഈക്വൽ ടു കോൺസ്റ്റന്റ്, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏത് ലോ ആണ്? ചാൾസ് ലോ ആണ്. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ചാൾസ് ലോ. ഓക്കെ, അപ്പോ ഇതില് ബോയിൽസ് ലോ എന്താണ് പറയുന്നതെന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ബോയിൽസ് ലോ പറയുന്നത് പറഞ്ഞല്ലോ, അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതാ പി ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇനി ഗേ-ലൂസാക്ക് ലോ പറയുന്നത് വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ജൂൾസ് ലോ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്റേണൽ എനർജി ഓഫ് ഓൾ ഗ്യാസ്. ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഡിപ്പെൻഡ് അപ്പോൺ ടെമ്പറേച്ചർ ഓൺലി. അപ്പൊ ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇന്റേണൽ എനർജി യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താ? ടെമ്പറേച്ചർ ഓൺലി എന്ന് പറയുന്നതാണ് ജൂൾസ് ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ഏതായിരിക്കും ഓപ്ഷൻ? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇഫ് ടി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇഫ് പി ഈക്വൽ ടു കോൺസ്റ്റന്റ്, പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇഫ് വി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, ടി ബൈ പി കോൺസ്റ്റന്റ് ഇഫ് വി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഏതായിരിക്കും ഓപ്ഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ? ഓപ്ഷൻ എ ആണ്. അതെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ ആൻസർ ആയിരിക്കും? വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്, പ്രഷർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ചാൾസ് ലോ ആയിരിക്കും അല്ലെ. മൂന്നാമത്തെ ഓപ്ഷന്റെ ആൻസർ എന്തായിരിക്കും? വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ്, പി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഗേ-ലൂസാക്ക് ലോ ആയിരിക്കും. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ചാൾസ് ലോ. അപ്പൊ ചാൾസ് ലോ വെച്ച് നമ്മൾ ഇത് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, പറഞ്ഞ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാവോ? സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ചാൾസ് ലോ. അതെ, പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, വി ബൈ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അതാണ് വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇതും ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. The temperature at which the volume of the gas becomes zero is called. The temperature at which volume of the gas become zero is called.
ബി അല്ലെ, അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെ. അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണ് എന്താ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താ വോളിയം ഓഫ് ദി ഗ്യാസ് ബിക്കം സീറോ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അബ്സൊല്യൂട്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്ന കെൽവിൻ സ്കെയിലാണ്. അതിൽ സീറോ കെൽവിൻ ആണ് എന്താ ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ സീറോ കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ദ അബ്സൊല്യൂട്ട് സീറോ പ്രഷർ വിൽ ബി. അബ്സൊല്യൂട്ട് സീറോ പ്രഷർ വിൽ ബി ഓപ്ഷൻ എ when molecular momentum of the system becomes zero at the sea level at the temperature of -273 Kelvin at the center of the earth. ഇത് നല്ലൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചാടി കയറി -273 എന്ന് പറഞ്ഞത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സീറോ കെൽവിൻ ആണ് അല്ലെ. സീറോ കെൽവിൻ ആണ്, ദാറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് -273 കെൽവിൻ ആണോ? ആണോ? -273 കെൽവിൻ അല്ല, സീറോ കെൽവിൻ ആണ് എന്താ കെൽവിൻ സ്കെയിലിലെ ലോവസ്റ്റ് ടെമ്പറേച്ചർ. അതെന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മൾ ചാടി കയറി ഓപ്ഷൻ സി ആയിട്ട് ആൻസർ ചെയ്യും. അതല്ല, അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറയാൻ പറ്റില്ല. കാരണം സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന പ്രഷർ വളരെ കൂടുതലാണ്. സെന്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന പ്രഷർ വളരെ കൂടുതലാണ്. ഇനി അറ്റ് സീ ലെവലിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.01325 ബാർ ആണ്. അപ്പൊ അത് അബ്സൊല്യൂട്ട് സീറോ പ്രഷർ അല്ല. അപ്പൊ അബ്സൊല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ വെൻ മോളിക്കുലർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, മോളിക്കുലർ മൊമെന്റം സീറോ ആവുന്ന സമയത്താണ് നമുക്ക് എന്താ അബ്സൊല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് വാക്കം എന്ന് പറയാം. പെർഫെക്റ്റ് വാക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ മോളിക്യൂൾസ് ഇല്ല. അപ്പൊ മോളിക്കുലർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ബിക്കം സീറോ, അതിനാണ് അബ്സൊല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? റിപ്ലൈ ചെയ്യാവോ? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The absolute zero pressure can be attained at a temperature of absolute zero pressure can be attained at a temperature of option A 0 degrees Celsius, option B 273 degrees Celsius, option B 273 degrees Celsius, option C 273 Kelvin. None of these. Option A. The absolute zero pressure can be attained at a temperature of. പറയാവോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അതും തെറ്റാൻ 100% ചാൻസ് ഉള്ളതാണ്. അബ്സൊല്യൂട്ട് സീറോ പ്രഷർ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ അബ്സൊല്യൂട്ട് സീറോ പ്രഷർ ക്യാൻ ബി അറ്റൈൻ അറ്റ് അബ്സൊല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത് സീറോ കെൽവിനിലാണ്. സീറോ ഡിഗ്രി സെൽഷ്യസ് അല്ല. അത് നമുക്ക് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അബ്സൊല്യൂട്ട് സീറോ പ്രഷർ അറ്റൈൻ ചെയ്യുന്നത് എന്താണ്? സീറോ കെൽവിൻ ആണ്. സീറോ കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -273 അല്ലെ, 0.15 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അപ്പൊ അബ്സൊല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത് അത് അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? സീറോ കെൽവിൻ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് അല്ല. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ ഇൻ SI യൂണിറ്റ്. ദ വാല്യൂ ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ. ഈ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ, ഈ 2H ഉള്ള വാല്യൂ കാണുമ്പോഴേ നമുക്കറിയാം അത് ചോദിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് എന്താ? എയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം ആർ എന്ന് പറയുന്നത് കിലോ ജൂളിൽ പറയുന്നെങ്കിൽ 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറയാം. ജൂളിൽ പറയുന്നെങ്കിൽ ദാറ്റ് ഈസ് എന്താ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ യൂണിറ്റ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെയും യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഓർ മോളാർ കോൺസ്റ്റന്റ് ഓഫ് എ ഗ്യാസ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ്. ഓപ്ഷൻ എ മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ് ആൻഡ് ഗ്യാസ് കോൺസ്റ്റന്റ്,
atomic mass of the gas and the gas constant, molecular mass of the gas and the specific heat at constant pressure, molecular mass of the gas and the specific heat at constant volume. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി പറഞ്ഞു, ഓപ്ഷൻ എ പറഞ്ഞു അല്ലെ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മോളിക്കുലർ മാസ് ഓഫ് ദി ഗ്യാസ് ആൻഡ് ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ യു ആണ് ചോദിച്ചാൽ, ആർ യു എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ ആണ്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പി വി ഈക്വൽ ടു ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വി എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം ആണ്. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താ? വോളിയം പെർ യൂണിറ്റ് മാസ്, ദാറ്റ് ഇസ് പി വോളിയം പെർ യൂണിറ്റ് മാസ് ഈക്വൽ ടു ആർ ടി. ഇതിൽ നമ്മൾ പി വി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? എം ആർ ടി എന്ന് എഴുതാം അല്ലേ? ഇനി ഈ പി വി ഈക്വൽ ടു എം ആർ ടിയിൽ മാസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു എൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് എഴുതാം. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് പി വി ഈക്വൽ ടു എൻ ഇൻറ്റു എം ആർ ഇൻറ്റു ടി എന്ന് എഴുതാം. ഈ എം ആറിനെയാണ് മോളിക്കുലർ മാസ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് പി വി ഈക്വൽ ടു എൻ ഇൻറ്റു ആർ യു ടി എന്ന് വരും. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അത് എല്ലാ ഗ്യാസിനും ഈക്വൽ ആണ്. ആ ഗ്യാസിന്റെ അടുത്തടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് സിമിലർ ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ എസ് ഐ യൂണിറ്റ് ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എസ് ഐ യൂണിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എസ് ഐ യൂണിറ്റ് ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഗ്യാസിനും എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും. അപ്പം അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഓപ്ഷൻ 8.314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഓപ്ഷൻ എ തന്നെയാണ്. ദാറ്റ് ഈസ് അത് കിലോ. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു ആൻസർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ ആണോ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഡി ആണ്. അതെ, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ചാടിക്കയറി നമ്മളെന്താ ഓപ്ഷൻ എല്ലാം ശ്രദ്ധിക്കാതെ, ഞാൻ വെറും 2 ഓപ്ഷൻ നോക്കിയത് കൊണ്ടാണെന്ന് എനിക്ക് ആദ്യത്തെ തോന്നി. നമ്മൾ 4 ഓപ്ഷൻ നോക്കുക, എല്ലാ ഓപ്ഷനും നോക്കിയിട്ട് മാത്രമേ ആൻസർ പറയാനുള്ളൂ. നമുക്ക് നോക്കാം. 8.314 ജൂൾ പെർ കിലോ മോൾ കെൽവിൻ, 83.14 അതൊരിക്കലും വരുന്നില്ല. 831 ഒരിക്കലും വരത്തില്ല. ഓപ്ഷൻ ഡി 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. അപ്പൊ അതാണ് ആൻസർ. അതൊന്ന് പഠിച്ചു വെക്കുക. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് കിലോ ജൂളിലാണെങ്കിൽ പറയുന്നെങ്കിൽ 8 കിലോ ജൂളിലാണ് പറയുന്നെങ്കിൽ 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഈ കിലോഗ്രാം മോൾ കെൽവിനെ നമ്മൾ കിലോ മോൾ കെൽവിൻ എന്നും പറയും. കിലോഗ്രാം മോൾ കെൽവിനെ നമുക്ക് എന്ത് പറയാം? കിലോ മോൾ കെൽവിൻ എന്നും പറയാം. ഇത് ഇനി ജൂളിൽ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻറ്റു 1000 ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ജൂളിൽ പറയുമ്പോൾ എന്താ? കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ എന്താ? 8314 ജൂൾ പെർ കിലോഗ്രാമിന് എന്ത് പറയാം? കിലോ മോൾ കെൽവിൻ എന്നും പറയാം. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു പ്രോബ്ലം ആണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാനും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് ആൻ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് 3 moles ഓഫ് ഗ്യാസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വാസ് ഫൗണ്ട് ടു ബി 100 minus 100 joule. The work done during the process is equal to. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഓപ്ഷൻ ബി 100. അപ്പൊ അതെങ്ങനെ വന്നു നോക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡ്യൂറിങ് ഇവിടെ പറഞ്ഞ ഒരു പ്രോസസ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ഡ്യൂറിങ് എ പ്രോസസ് എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ലോ ഫോർ എന്താ? പ്രോസസ് അപ്ലൈ ചെയ്യാൻ. ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡ്യൂറിങ് ആൻഡ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Q is equal to 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ W is equal to നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാം. ഡെൽറ്റ ഇന്റർണൽ എനർജി എത്രയും തന്നിട്ടുണ്ട്? മൈനസ് 100 ജൂളും തന്നിട്ടുണ്ട്. അത് അപ്പുറത്ത് പോകുന്ന സമയത്ത് എന്താ? മൈനസ് ഓഫ് മൈനസ് 100, ദാറ്റ് ഈസ് 100 ജൂൾ എന്ന് കിട്ടും. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുമില്ല, ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇതിൽ ഡെൽറ്റ യു ഇന്റർണൽ എനർജി ഡെൽറ്റ യു നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താ? മൈനസ് 100 ജൂളം തന്നിട്ടുണ്ട്.
അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അപ്പം Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എടുക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അപ്പം വർക്ക് എന്ത് ചെയ്താൽ മൈനസ് ഡെൽറ്റ യു എന്ന് പറയും. ഡെൽറ്റ യു മൈനസ് 100 തന്നിട്ടുണ്ട്. അപ്പൊ 100 ജൂൾ എന്ന് വരും. ഓക്കെ ആണോ? മനസ്സിലായോ? വെരി സിമ്പിൾ ആണ്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ത്രൂ 1 ഡിഗ്രി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണോ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണോ, കിലോ ജൂൾ ആണോ? നൺ ഓഫ് ദീസ്. എല്ലാവർക്കും കറക്റ്റ് ആണ്. അപ്പൊ അതാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അപ്പൊ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് സി എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി ആണ് അല്ലെ. അപ്പൊ ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ എന്താ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പം അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നമ്മൾ സി ബി എന്ന് പറയും, കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ സി പി എന്ന് പറയും അല്ലെ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിഫറൻസ് ഇൻ സ്പെസിഫിക് ഹീറ്റ് ചോദിക്കും. സി പി മൈനസ് സി ബി അതെന്ന് പറയുന്ന ആറാണ്. സി പി മൈനസ് സി ബി എന്ന് പറഞ്ഞാൽ ആറാണ്. ഇതിന്റെ മേയസ് റിലേഷൻ എന്ന് പറയും. ഈ ആറ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇനി അതേപോലെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ചോദിക്കാം. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സി പി ബൈ സി ബി. സി പി ബൈ സി ബി എന്ന് പറയുന്നത് ഗാമയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ സി പിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗാമ സി ബി എന്ന് എഴുതാം. ഈ ഗാമ സി ബി എടുത്ത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വേഷൻ ഗാമ സി ബി മൈനസ് സി ബി ഈക്വൽ ടു ആർ എന്ന് വരും. ഇതിൽ നിന്ന് സി ബി കോമൺ എടുത്താൽ സി ബി ഇൻറ്റു ഗാമ മൈനസ് 1 ഈക്വൽ ടു ആർ എന്ന് വരും. അവിടെ നിന്ന് സി ബിയുടെ ഇക്വേഷൻ ഏതാണെങ്കിൽ ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതും. സി പിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം? ഗാമ സി ബി. അപ്പം ഗാമ ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സി പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി ബി. റേഷ്യോ ഓഫ് സി പി ബൈ സി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, when the gas is heated at a constant volume, the heat supplied when the gas is heated at a constant volume, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗ്യാസ് ഹീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? increase the internal energy of gas, increase the temperature of the gas, does some external work during expansion, all of these. ഓപ്ഷൻ എ ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. അപ്പം ഒന്ന് രണ്ട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രസ് വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് വർക്ക് എഴുതുകയാണെങ്കിൽ എന്ത് വരും? ക്ലോസ് സിസ്റ്റത്തിന്റെ വർക്ക് എന്താണ്? ഇന്റഗ്രൽ പി ഡി വി ആണ്. വോളിയം കോൺസ്റ്റന്റ് ആകുമ്പം ചേഞ്ച് ഇൻ വോളിയം ഡി വി എന്ന് പറയുന്ന 0 ആവും. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 കിട്ടും. ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്ന് വരും. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ വർക്ക് 0 ആണ്. അപ്പൊ ഹീറ്റ് മൊത്തം എന്തായി? ഇന്റേണൽ എനർജി ഡെൽറ്റ യു ആയി. ദാറ്റ് ഈസ് എം സി ബി ഡെൽറ്റ ടി എന്നായി. അപ്പം ഹീറ്റ് മൊത്തം ടെമ്പറേച്ചർ ആൾസോ വിൽ റൈസ്, റൈറ്റ്. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ 3 ഓപ്ഷനിലും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് റൈസ് ചെയ്യും. ആ ഓപ്ഷൻ കറക്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് പറയാം Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. അതുകൊണ്ട് ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് എന്ന് പറയാം. ഇനി ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് എന്താ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് എന്നും പറയാം. ഓക്കെ, പക്ഷെ ഓപ്ഷൻ സി എന്താ? തെറ്റാണ്. ഡസ് സം എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ആൾ ഓഫ് ദീസ് ആണ് 4ാമത്തെ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ എ എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10 joule of heat is added to a gaseous system whose internal energy is 40 joule. Then the amount of external work done. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആൻസർ പറഞ്ഞു കൊള്ളാം. അപ്പം സിസ്റ്റത്തിന്റെ അകത്തുള്ള ഇന്റേണൽ എനർജി 40 ജൂൾ ആണ്.
ഈ സിസ്റ്റത്തിന്റെ അകത്തോട്ട് 10 ജൂൾസ് ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുന്നു. 10 ജൂൾ ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുന്നു. നമ്മളിത് ചോദിച്ചിരിക്കുന്ന വർക്കാണ്, എക്സ്റ്റേണൽ വർക്കാണ്. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്നു. Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ Q മൈനസ് ഡെൽറ്റ യു. ഹീറ്റ് നമുക്ക് 10 ആണെന്നറിയാം. Q എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ 10 ആണെന്നറിയാം. ഇന്റേണൽ എനർജി 40 ആണെന്ന്. 10 മൈനസ് 40 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈനസ് 30 ജൂൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കറക്റ്റ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When the gas is heated at constant pressure, the heat supplied is. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യും? ഓപ്ഷൻ എ, ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്, ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്, ഡസ് സം എക്സ്റ്റേണൽ വർക്ക് ഡ്യൂറിങ് എക്സ്പാൻഷൻ, ഓൾ ഓഫ് ദീസ്. ഏതായിരിക്കും ഓപ്ഷൻ? ഡി, കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദീസ് ആണ് അല്ലെ, ഓൾ ഓഫ് ദീസ്. ബി, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ when the gas is heated at constant pressure, അപ്പൊ പ്രഷർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് വർക്ക് നോക്കുകയാണെങ്കിൽ വർക്ക് എന്താണ്? ഇന്റഗ്രൽ പി ഡി വി ആണ്. നമുക്ക് ഡി വിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പി ഇൻറ്റു എന്ത് വരും? V2 മൈനസ് വി എന്നറിയും, എഴുതാൻ പറ്റും. പി വി ഈക്വൽ ടു എം ആർ ടി എന്നറിയാം. അതുകൊണ്ട് വർക്ക് നമുക്ക് എന്താ? എം ആർ ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ യു ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് എം സി ബി ഡി ടി എന്നറിയാം. പ്ലസ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എം ആർ ഡി ടി എന്നും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സി ബി പ്ലസ് ആർ കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. സി ബി പ്ലസ് ആർ എന്ന് പറയുന്നത് സി പി മൈനസ് സി ബി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. സി പി മൈനസ് സി ബി ഈക്വൽ ടു ആർ എന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സി ബി പ്ലസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി പി ആയിരിക്കും. സി പി എന്ന് പറയുന്നത് എന്താണ്? സി ബി പ്ലസ് ആർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി എന്ന് വരും. അപ്പൊ Q ഈസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി എന്ന് പറയാം. ഇന്റേണൽ എനർജി എച്ച് എന്ന് പറയാം. അപ്പൊ ഇന്റേണൽ എനർജി എച്ച് എന്ന് പറയുന്ന എച്ചിന്റെ ഫോർമുല എന്താണ്? യു പ്ലസ് പി വി ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം എടുക്കണം അല്ലെങ്കിൽ ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബോഡി അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കണ്ടന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് ഈ എച്ച് എൻതാൽപ്പി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് എൻതാൽപ്പി എന്ന് പറഞ്ഞത്. യു എന്ന് പറയുന്ന ഇന്റേണൽ എനർജി അതിന്റെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പം ആ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജി പ്ലസ് എന്താ? വർക്ക്, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ യു എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ്. അടുത്ത രണ്ടാമത് ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ട് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. ഓപ്ഷൻ ബി എന്നാണ് കറക്റ്റ് ആണ്. പി വി എന്ന് പറയുന്ന വർക്കാണ്. പി വി എന്ന് പറഞ്ഞാൽ ക്ലോസ് സിസ്റ്റം വർക്കാണ്. ഡസ് എന്താ? സം എക്സ്റ്റേണൽ വർക്ക് ഡ്യൂറിങ് എക്സ്പാൻഷൻ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ബി അല്ല, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. വെൻ എ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദി ഹീറ്റ് സപ്ലൈഡ്, ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കുക. ഓക്കെ, ദ ഹീറ്റ് സപ്ലൈഡ് ടു ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് സപ്ലൈഡ് ടു ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതിന്റെ ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. ഇതിലേക്ക് ഏത് ഇക്വേഷൻ? എം ആർ ടി ടു മൈനസ് ടി വൺ വരും, എം സി ബി ടി ടു മൈനസ് ടി വൺ വരും, ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ എം സി ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിക്കും കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിലല്ല. നമുക്ക് ഫസ്റ്റ് ലോ അറിയാം. Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്നറിയാം. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ആണെങ്കിൽ എന്താണ്? വർക്ക് 0 ആണ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്താ? എം സി ബി ഡെൽറ്റ ടി. ഓക്കെ, അപ്പം എം സി ബി ഡെൽറ്റ ടിനെയാണ് നമ്മൾ എന്താ? എം സി ബി ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് T2 മൈനസ് എന്താ? ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് എഴുതണം. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം 33ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമുള്ളൂ. ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് നോൺ ആസ്. സം ഓഫ് ഇന്റേണൽ എനർജി യു പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം പി വി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞോളൂ ദാറ്റ് ഈസ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രോപ്പി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഡിസോർഡർനെസ്സിനാണ്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് ഗിവൺ ടു എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് 1 kcal
and the work done by the system is 200 joule. Find the change in internal energy. നമ്മൾ ചോദിക്കുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്നുമില്ല, ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് ഡോ ക്യൂ ഇസ് ഈക്വൽ ടു ഒന്നുമില്ല, ഡോ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡോ ഡബ്ല്യു. ഓപ്ഷൻ സി കണ്ടുപിടിച്ചു. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമുക്കറിയാം 1 കിലോ കലോറി എന്ന് പറയുന്നത് 1 കിലോ കലോറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4.2 കിലോ ജൂൾ ആണ്. ആ ഒരു കാര്യം കൺവേർഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 കിലോ കലോറി എന്ന് പറയുന്ന 4.2 കിലോ ജൂൾ ആണ്. ദാറ്റ് ഈസ് 4200 ജൂൾ ആണ്. അപ്പൊ ഇതിന്റെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. 4200 ജൂൾ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഹീറ്റ് എന്ന് പറയുന്നത്. ദ ഹീറ്റ് ഗിവൺ ടു ദ തെർമോഡൈനാമിക് സിസ്റ്റം ഡോ ക്യൂ ഈസ് ഈക്വൽ എന്താ 4200 ജൂൾ. ആൻഡ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പൊ നമുക്ക് വർക്കിന് സൈൻ കൺവെൻഷൻ ഉണ്ട്, ഹീറ്റിനും വർക്കിനും സൈൻ കൺവെൻഷൻ ഉണ്ട്. നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, സിസ്റ്റത്തിലോട്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ, വർക്ക് ഇൻപുട്ട് ആണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ആണ്. വർക്ക് ഇൻപുട്ട് നെഗറ്റീവ് ആണ്. സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് അതാണ് എന്താ? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് എന്താ 200 എന്ന് പറയാം. ദാറ്റ് ഈസ് ഇത് ഹീറ്റ് എന്ന് പറയുന്ന 4200 ആണ്. ഡി യു പ്ലസ് വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 200 പോസിറ്റീവ് ആണ്. കാരണം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സിസ്റ്റം ചെയ്ത വർക്കാണ് അല്ലെ, അത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇന്റേണൽ എനർജി ഡി യു ആണ്. ദാറ്റ് ഈസ് ഡി യു ഈസ് ഈക്വൽ ടു 4200 മൈനസ് 200 ദാറ്റ് ഈസ് 4000 ജൂൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, 4000 ജൂൾ ആണ്. ഓക്കെ, അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. The area under the temperature entropy curve for any thermodynamic process. അപ്പൊ ടി എസ് ഡയഗ്രാമിന്റെ ഏരിയ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടോ? ടി എസ് ഡയഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ. ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം എന്ന ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം എടുത്താൽ അതിന്റെ ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതെന്ത് വരും? ഹീറ്റ് ഇൻപുട്ടും വരും. ആദ്യം പറഞ്ഞ പോലെ ഹീറ്റ് ഇൻപുട്ടും വരും, അതേപോലെ ഹീറ്റ് ഔട്ട്പുട്ടും വരും. ഹീറ്റ് റിജക്റ്റഡ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടും വരും, ക്യൂ ഇന്നും വരും, ക്യൂ ഔട്ടും വരും. അപ്പൊ ഹീറ്റ് റിജക്റ്റഡും വരും, അതുപോലെ ഹീറ്റ് അബ്സോർബും വരും. അപ്പം ഐദർ എ ഓർ ബി രണ്ടും വരും. ഓക്കെ, അതേപോലെ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം, ഏരിയ അണ്ടർ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും. ഏരിയ അണ്ടർ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ടി എസ് ഡയഗ്രാം ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. പി വി ഡയഗ്രാം ആണെങ്കിൽ എന്തായിരിക്കും? വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇനി അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. In the equation PV raised to n equal to constant, the value of n is equal to infinity. The process is called constant volume process. Okay, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്, അവിടെ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെ, ഐസോ കോറിക് പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറയാം. എന്നിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം പി വി റേസ് ടു 0 ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. പ്രഷർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. എൻ ഈക്വൽ ടു 1.4 വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗാമ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എന്നിന്റെ വാല്യൂ ഒരു ഇതും കൂടെ ഉണ്ട്. എന്നിന്റെ വാല്യൂ 1 ആവാണെങ്കിൽ പി വി റേസ് ടു 1 ഈക്വൽ ടു കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. നിങ്ങൾ തിയറി ക്വസ്റ്റ്യൻസും ആസ് വെൽ ആസ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം.